പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ആദ്യ ദർശനം 1580 ഏതാനും കുറച്ച് ആളുകൾ മാത്രമുള്ള ഇന്ത്യയുടെ തെക്ക് കിഴക്കേ കടൽ തീരത്തെ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു വേളാങ്കണ്ണി. എല്ലാ ദിവസവും പുരുഷന്മാർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ സ്ത്രീകളും കുട്ടികളും വയലുകളും മൃഗങ്ങളും പരിപാലിക്കുന്നു. പ്രധാന റോഡിനോട് ചേർന്ന് നിരവധി യാത്രക്കാരുടെ പ്രിയപ്പെട്ട വിശ്രമ സങ്കേതമായിരുന്നു ഒരു വലിയ തണൽ ആൽമരം. ആ ആൽമരത്തോടു കൂടിയ ഒരു ശുദ്ധജലക്കുളവും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു പാവം പാൽ വിൽക്കുന്ന പയ്യൻ തൻ്റെ പാത്രം നിറയെ പാൽ വീട് തോറും കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഒരു ഘട്ടത്തിൽ അവൻ ക്ഷീണിതനായി കുളത്തിനരികിലെ പ്രിയപ്പെട്ട ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുവാൻ അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവൻ ഉജ്ജ്വലമായ ഒരു പ്രകാശത്തിൽ നിറഞ്ഞു. ആ പ്രകാശത്തിൽ നിന്ന് ഒരു സുന്ദരി തൻ്റെ കൈകളിൽ ഒരു കുഞ്ഞിനെ പിടിച്ച് അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ കുട്ടിക്ക് കുറച്ച് പാൽ തരുമോ എന്ന് അവൾ അവനോട് ചോദിച്ചു. ഒരു മടിയും കൂടാതെ ആ പയ്യൻ ആ പാത്രം ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. അവൾ കുഞ്ഞിന് പാൽ നൽകി. അവനോട് ആ സ്ത്രീ നന്ദി പറഞ്ഞു. പാത്രം അവന് തിരികെ നൽകി. അപ്പോൾ തന്നെ അവൾ അവൻ്റെ കൺമുന്നിൽ പെട്ടെന്ന് അപ്രത്യക്ഷയായി. എന്നാൽ അവൻ തൻ്റെ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ അത് പൂർണ്ണമായും ശൂന്യമായിരുന്നു. തൻ്റെ യജമാനൻ ദേഷ്യപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. ഭയമുണ്ടായിരുന്നിട്ടും അവൻ തൻ്റെ യജമാനനോട് സത്യസന്ധത പുലർത്താൻ തീരുമാനിച്ചു. യജമാനൻ ശരിക്കും ദേഷ്യപ്പെട്ടു. പക്ഷേ ഒഴിഞ്ഞ പാത്രത്തിൽ ഇപ്പോൾ പാൽ നിറഞ്ഞിരിക്കുന്നത് അവർ രണ്ടുപേരും ശ്രദ്ധിച്ചു. അത് അത്ഭുതകരമാണെന്ന് തിരിച്ചറിഞ്ഞ യജമാനൻ ആ കുട്ടി ദൈവികപരമായി ആരെയോ കണ്ടുമുട്ടിയിരിക്കണമെന്ന് ഉറപ്പിച്ചു. യജമാനനെ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ കുട്ടിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ രണ്ടുപേരും ആൽമരത്തിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ യേശുവിൻ്റെ അമ്മയായ മറിയമായി സ്വയം അവർക്ക് വെളിപ്പെടുത്തി. ഇതറിഞ്ഞ ആ നാട്ടിലെ പ്രദേശവാസികൾ എല്ലാവരും ആഹ്ലാദഭരിതരായി. അവർ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിന് മാതാക്കുളം, അവർ ലേഡീസ് കുളം എന്ന് പുനർനാമകരണം ചെയ്തു. ഈ കുളത്തിൽ നിന്നുമുള്ള വെള്ളം അത്ഭുതകരമായ രോഗശാന്തിക്ക് കാരണമായി. നിരവധി പേരുടെ രോഗങ്ങൾ നിരന്തരം സൗഖ്യപ്പെട്ടുകൊണ്ടിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെയും അത്ഭുതങ്ങളെയും രോഗസൗഖ്യത്തെയും പറ്റിയും കേട്ടറിഞ്ഞവർ വിദൂര ദേശങ്ങളിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. പ്രാർത്ഥനകളും കൊന്തകളും ആ ഗ്രാമം മുഴുവൻ നിറയുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അവിടെ അത് അവർ ലേഡീസ് ടാങ്ക് എന്നറിയപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വേളാങ്കണ്ണിയിലെ രണ്ടാമത്തെ ദർശനം 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുടന്തനായ ഒരു ആൺകുട്ടി വേളാങ്കണ്ണി ഗ്രാമത്തിൽ തൻ്റെ അമ്മയെ സഹായിക്കുമായിരുന്നു. പ്രധാന വഴിയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് അവൻ ഓരോ ദിവസവും മോര് നൽകിയിരുന്നു. ഒരു ദിവസം അവൻ വഴിയരികിലിരിക്കുമ്പോൾ വിചിത്രവും ഉജ്ജ്വലവുമായ ഒരു പ്രകാശം അവനെ വലയം ചെയ്തു. സുന്ദരിയായ ഒരു സ്ത്രീ വെളിച്ചത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ ഒരു കുഞ്ഞിനെ തൻ്റെ കൈകളിൽ പിടിച്ചിരുന്നു. കുട്ടിക്ക് കുറച്ച് മോര് തരാമോ എന്ന് അവൾ അവനോട് ചോദിച്ചു. ഒരു മടിയും കൂടാതെ അവൻ അവൾക്ക് ഒരു കപ്പ് മോര് ഒഴിച്ചു കൊടുത്തു. അവൾ അത് തൻ്റെ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ അവൾ മുടന്തനായ ആ ആൺകുട്ടിയോട് അടുത്തുള്ള നാഗപട്ടണത്തെ ഒരു കത്തോലിക്കനോട് തനിക്കായൊരു സന്ദേശം എത്തിക്കുമോ എന്ന് അവൾ ചോദിച്ചു. അവൾക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും എന്നാൽ മുടന്തനായതിനാൽ കഴിയില്ലെന്നുമാണ് കുട്ടി മറുപടി പറഞ്ഞത്. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ഉടനെ ആ മുടന്തനായ ബാലൻ്റെ കാലുകൾ സൗഖ്യപ്പെട്ടു.
അവൻ ഉടനെ നടക്കുവാനും ചാടുവാനും ഓടുവാനും തുടങ്ങി. അവൻ ആശ്ചര്യപ്പെട്ടു. ജീവിതത്തിൽ ആദ്യമായി അവളുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയുന്നതിനായി അടുത്തുള്ള പട്ടണമായ നാഗപട്ടണത്തിലെ കത്തോലിക്കനെ ബന്ധപ്പെടുവാൻ അവൾ വീണ്ടും ആൺകുട്ടിയോട് ആജ്ഞാപിച്ചു. നടക്കാൻ വയ്യെന്നറിഞ്ഞ ഗ്രാമവാസികളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അയാൾ വളരെ ആവേശഭരിതനായി റോഡിലൂടെ ഓടി. സംഭവിച്ച കാര്യങ്ങളെല്ലാം ആ ബാലൻ നാഗപട്ടണത്തുള്ള കത്തോലിക്കനെ അറിയിച്ചു. ആ ചെറുപ്പക്കാരനെ വിശ്വസിക്കാൻ അയാൾ പ്രയാസപ്പെട്ടില്ല. ആ ബാലൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വപ്നത്തിൽ പരിശുദ്ധ മറിയം തന്നോടും അത് തന്നെ ചെയ്യാൻ പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ അദ്ദേഹം ആൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. ഈ കത്തോലിക്കനാണ് ആ സ്ഥലത്ത് ആദ്യത്തെ ഓലമേഞ്ഞ പള്ളി പണിതത്. അദ്ദേഹം അവിടെ ആ ചാപ്പലിൽ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ശിശുവായ യേശുവിനെ കൈകളിൽ പിടിച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ മനോഹരമായ ഒരു പ്രതിമ അൾത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അത് വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ വിനീതമായ തുടക്കം കുറിച്ചു. ദിവ്യശിശുവിനൊപ്പമുള്ള അത്ഭുതകരമായ അമ്മയോട് പ്രാർത്ഥിച്ചവർക്ക് നിരവധി രോഗശാന്തികൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വേളാങ്കണ്ണി ആരോഗ്യമാതാ എന്ന് അറിയപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മൂന്നാമത്തെ വേളാങ്കണ്ണിയിലെ ദർശനം. 17-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ മക്കാവുവിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോകുകയായിരുന്ന പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ കൊടുങ്കാറ്റിൽ കുടുങ്ങി. നാവികർ തികഞ്ഞ നിരാശയുടെ വക്കിലെത്തിയപ്പോൾ അവർ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങൾ സുരക്ഷിതരായി രക്ഷപ്പെടുകയാണെങ്കിൽ തങ്ങൾ എത്തിച്ചേരുന്ന കരയിൽ മാതാവിൻ്റെ പേരിൽ ഒരു ചാപ്പൽ പണിയുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. കൊടുങ്കാറ്റുള്ള കടൽ ഉടൻ ശാന്തമായി. മേഘങ്ങൾ പിരിഞ്ഞു. സമീപത്ത് കര കണ്ടു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 8-ന് അവരുടെ കപ്പൽ സുരക്ഷിതമായി വേളാങ്കണ്ണി തീരത്തെത്തി. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് പോർച്ചുഗീസ് നാവികർ 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങിയെത്തി. അവർ ഇറങ്ങിയ കടൽ തീരത്ത് ഒരു പള്ളി പണിതു. എല്ലാ വർഷവും സെപ്റ്റംബർ 8 വേളാങ്കണ്ണി ആരോഗ്യ മാതാവിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ആഗസ്റ്റ് 30-ന് ഘോഷയാത്ര ആരംഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വേളാങ്കണ്ണിയിലേക്ക് വരുന്നു. മറിയത്തോടുള്ള ഭക്തിയും ത്യാഗവും കാരണം കിലോമീറ്ററുകളോളം കാൽനടയായി വേളാങ്കണ്ണിയിലേക്ക് വരുന്നവരുമുണ്ട്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സന്ദർശിക്കുന്നു. ബീച്ചിലെ ആ ചെറിയ പള്ളി ഇപ്പോൾ ഓരോ വർഷവും കുറഞ്ഞത് 8 ദശലക്ഷം സന്ദർശകരുള്ള മനോഹരമായ ഒരു ബസലിക്കയാണ്. മൈലാപ്പൂർ രൂപതയുടെ കീഴിലായിരുന്ന ഈ പള്ളി 1771-ൽ സ്വതന്ത്ര ഇടവകയായി. ഇന്ന് തഞ്ചാവൂർ രൂപതയുടെ കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1933-ൽ ഇന്ന് കാണുന്ന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ചൊരിയുന്ന അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ആശ്രയം തേടി അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവെടിയരുതേ. അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.